ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു മടിയനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയുമാണ് എന്നുള്ളതാണ്. ഇമ്രാൻ, ഇത് സത്യമാണോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത് കുറവും വെളി ചുറ്റിത്തിരിയുന്നത് കൂടുതലുമാണെന്ന്. ക്ലാസ്സിൽ പോകുന്നത് കുറവാണ്, പക്ഷെ പെൺപിള്ളേരുടെ പറയുന്നത് കൂടുതലും. അതെ, ഇത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ എം ഷുവർ ബഡ് സാർ ആയിരിക്കും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ബഡ് സാർ താങ്കളെ കുറിച്ച് എന്റെ അടുത്തൊരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അല്ല, ഈ കാര്യം സത്യമാണ്. എന്റെ കോളേജ് ലൈഫിനെ പറ്റി നോക്കിയാൽ ഞാൻ 5 വർഷം കോളേജിൽ പഠിച്ച ആളാണ്. പക്ഷേ ആ 5 വർഷം ഞാൻ കോളേജിൽ എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ക്ലാസ്സിൽ പോവില്ല, ലെക്ചർ അറ്റൻഡ് ചെയ്യില്ല, എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാനൊരു 3 തവണ മൊത്തം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 2 തവണയും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. ഒരു തവണ ക്ലാസ്സിൽ വെച്ച് ചൂയിങ്കം ചവച്ചു, പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നു. സോ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഞാൻ കോളേജിലേക്ക് ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഞാനൊരിക്കലും ഫെയിൽ ആയിട്ടില്ല. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാശ് ചെലവാക്കിയിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജയിച്ചേ തീരൂ. അവരുടെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കണമല്ലോ. പിന്നെ കോളേജിൽ വെച്ച് ഞാൻ കറങ്ങാൻ പോയതിനെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ യങ്സ്റ്റേഴ്സും ആ ഒരു പ്രായത്തിൽ ചെയ്യുന്നതാണല്ലോ. കോളേജിൽ മര്യാദയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് താങ്കളെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ഷാമക് ദാവറിന്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് താങ്കളെ അയച്ചു. അവിടുന്ന് പറഞ്ഞു വിട്ടുന്നു കേട്ടു. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഡാൻസ് ഒട്ടും തന്നെ അറിയില്ല. പക്ഷെ അക്കാരണം കൊണ്ടല്ല എന്നെ പുറത്താക്കിയത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ക്ലാസ്സിൽ എപ്പോഴും ഒരു സമ്മർ ക്യാമ്പ് നടക്കാറുണ്ടായിരുന്നു. അത് സമ്മർ വെക്കേഷൻ സമയത്താണ് നടക്കുക. അങ്ങോട്ടേക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പോവുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടിയല്ല പോയത്. അവിടെ എല്ലാവരുടെയും പുറകിലായിട്ട് നിന്നുകൊണ്ട് അവിടെയുള്ള പെൺകുട്ടികളെ കാണാമെന്ന് കരുതി പോയതാ. സോ അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ബിഗിനറിന് ശേഷം ഒരു ഹയർ ലെവലിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ തന്നെ കുടുങ്ങി. അടുത്ത സമ്മർ വെക്കേഷനിലും എൻ്റെ ലെവലിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ മുകളിലോട്ട് പോയതേയില്ല. ഒരു തവണ ഷാമക് ദാവർ സാർ ക്ലാസ്സിൽ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ അടുത്ത ക്ലാസ്സിലല്ലേ ഉണ്ടാവേണ്ടത്, എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ അവിടെ വെച്ച് പിടിക്കപ്പെടുകയും പിന്നെ എന്നെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. ബഡ് സാർ താങ്കൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജോലി തന്നപ്പോ താങ്കൾ അപ്പോഴും പിന്നിൽ കസേരയിട്ടുകൊണ്ട് ഉറങ്ങുകയാണെന്ന് കേട്ടു. ജോലി താല്പര്യമില്ലാതെ. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ മോശം അസിസ്റ്റന്റ് ആയിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആവാരപ്പൻ, സഹർ, കലിയുഗൊക്കെ ഡയറക്ട് ചെയ്തത്. അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാനൊരു നല്ല ഡയറക്ടറായി തീരണമെന്നുള്ളൊരു എയിം അവർക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു എയിമും ഇല്ലാതെ നടക്കുന്ന സമയമായിരുന്നു. ഒരു എയിമും ഇല്ലാതിരുന്ന എനിക്ക് ഇതാണ് നിന്റെ റൂട്ടെന്ന് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. പക്ഷേ സെറ്റിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബഡ് സാറിൻ്റെ അടുത്ത് കുറേ തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഷോട്ടിൻ്റെ സമയത്ത് ഞാൻ ഫോൺ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ വെച്ച് എല്ലാം പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സോഫയില് ഫോണും തോണ്ടിക്കൊണ്ട് കിടന്നാ എങ്ങനെ ജോലി പഠിക്കാനാ? അല്ല, ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ജോലി പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അസിസ്റ്റന്റ് ആയിട്ട്, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ. സത്യം പറഞ്ഞ ബഡ് സാർ താങ്കളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് താങ്കളെ ഒരു ആർട്ടിസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അദ്ദേഹം താങ്കളെ ഒരു ഹൗസ് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പല മാസങ്ങൾ താങ്കളെ ടോർച്ചർ ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. അതെ, സത്യമാണ്. ആക്ച്വലി ബഡ് സാർ ട്രെയിനിങ് കൊടുക്കും. അദ്ദേഹം ധർമ്മശാല പോലൊരു സ്ഥലം തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ന്യൂ കമ്മറിനെ ട്രെയിൻ ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൺസിഡർ ബോണ്ട് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹം എത്രമാത്രം നമ്മളെ കളിയാക്കുമെന്ന് വെച്ചാൽ യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് വരെ പറയും. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയും. അത് നമ്മളെ വല്ലാതെ തകർത്ത് കളയും. സോ അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണം. ഞാൻ ബഡ് സാറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് ഫുട്പാത്തിന്റെയും മുന്നെയാണ്. ഏകദേശം ഒരു 6 മാസക്കാലം ഞാൻ ബഡ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്ക്രിപ്റ്റിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം കംപ്ലീറ്റ് ആയ ഒരു ചേഞ്ച് എന്റെ ഉള്ളിൽ ഉണ്ടായി. ആ 6 മാസം കൊണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ലേസി അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പണ്ട് വളരെ ലേസി ആയിരുന്നു, ഒരു കുഴിമടിയനായിരുന്നു. പക്ഷേ ബഡ് സാറിനെ കണ്ടുമുട്ടിയതിന് ശേഷം എന്റെ ഉള്ളിൽ ഒരു തിങ്കിങ് ഉണ്ടായി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്നുള്ള ചിന്ത വന്നു. എനിക്കന്ന് ബഡ് സാറിനെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അദ്ദേഹം ഒരിക്കലും ഉറങ്ങില്ല, അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെതായ ചില ഇൻപുട്സ് ഉണ്ട് കമ്പനിയിൽ. സോ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഇൻസ്പിറേഷൻ. ബഡ് സാർ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എഴുന്നേപ്പിച്ചു ഒരു മടിയനെ ആക്റ്റീവ് ആക്കിയെന്ന്. അതെ, സാർ പറഞ്ഞത് ശരിയാണ്. ഒരു തറുതലയെ ഹീറോ. അതെ, ശരിയാണ്. ഇമ്രാൻ, ഇത് സത്യമാണോ? താങ്കളുടെ മടി കാരണം താങ്കൾ ഫിസിക്കൽ ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും ഒന്നും തന്നെ കൃത്യമായി ചെയ്തില്ല. ഇപ്പോഴും താങ്കൾ ജിമ്മിലേക്ക് പോകാൻ പേടിക്കാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചില പടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ആവരപ്പൻ സിനിമയിൽ എനിക്ക് വ്യത്യസ്തമായൊരു റോളായിരുന്നു. സോ വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. അതിനു മുന്നേ ഞാൻ
വർക്കൗട്ടിനൊക്കെ പോവാറുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും മടിയനായിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ ആക്ടിങ് തുടങ്ങിയപ്പോൾ, ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന്. എന്റേതായിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പിന്നെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരുന്നു. ഇപ്പോഴും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാ ഉള്ളത്. ഇപ്പോൾ താങ്കളുടെ മടിയും ഈ ചുറ്റിക്കറക്കവും അതൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ അതൊക്കെ നല്ല കുറവുണ്ട്. ഞാൻ എപ്പോഴാണോ അതായത് ഞാൻ ഹോണസ്റ്റായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്. ആദ്യത്തെ 2 പടം ചെയ്തപ്പോൾ എനിക്ക് ആക്ടിങ്ങിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് ആക്ടിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നെ പിന്നീട് ആക്ടറാക്കി മാറ്റിയതാണ്. അത് കമ്പനിയിലുള്ളവർക്കേ അതിനെപ്പറ്റി അറിയൂ. ഇവനെ കൊണ്ട് എന്തെങ്കിലും ഇൻപുട്ട് തരാൻ പറ്റുമെന്ന്. എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരു ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ആക്ടറായി തീരുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതുമല്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു സിനിമ പുറത്തിറങ്ങി. പിന്നീട് മർഡറും ഒരു ഹിറ്റായി മാറി. പിന്നീട് എന്തുകൊണ്ട് ഇതൊരു കരിയർ ആക്കിക്കൂടാ എന്നൊരു ചിന്ത എന്നിലുണ്ടായി. ഇങ്ങനെയാണ് ഞാൻ ആക്ടറായത്. പക്ഷേ താങ്കളോടൊപ്പം താങ്കളുടെ അമ്മാവനുണ്ടായിരുന്നു, അതെ, മഹേഷ് ഭട്ട് സർ. അതെ. താങ്കൾ ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ശേഷവും നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പടത്തിന് ശേഷം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമ്പനിയിൽ കംപ്ലേസ്മെന്റ് ആയതുപോലെ തോന്നി. ഞാൻ ഇവരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പുറത്തു പോയിട്ട് മറ്റുള്ളവരുടെ കൂടെയും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതിനെപ്പറ്റി ഞാൻ ഭട്ട് സാറിനോടും സംസാരിച്ചു. ചോക്ലേറ്റ് എന്നൊരു പടത്തിലും ഞാൻ വർക്ക് ചെയ്യുകയുണ്ടായി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി. അതുവരെ ഞാനൊരു സേഫ് എൻവറോൺമെന്റിലായിരുന്നല്ലോ. എപ്പോഴും അറിയാവുന്നവർ മാത്രമേ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അന്നൊക്കെ സെറ്റില് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഭട്ട് സാറിനെ താങ്കൾ ഒരു ഊന്നുവടി പോലെ ഉപയോഗം? അല്ലല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അദ്ദേഹം എനിക്ക് ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട്. ഞാൻ പുറത്തുപോയി സിനിമകളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തോട് ഗൈഡൻസ് ചോദിക്കാറുണ്ട്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്നത് അദ്ദേഹമാണ്. ഒരു ഡയറക്ഷൻ എനിക്ക് അദ്ദേഹം തന്നു. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും എനിക്കൊരു ഗോഡ് ഫാദറിനെ പോലെയുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം സിനിമയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ ഫാമിലി മെമ്പർ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആക്ടറായി മാറുമായിരുന്നില്ല. അതായത് അദ്ദേഹമാണ് ഈ ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുത്ത വ്യക്തി. അദ്ദേഹം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നീട് എനിക്കും അതിൽ താല്പര്യം കൂടി. അങ്ങനെ ഞാൻ ഇൻവോൾവ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓഡിയൻസ് ഭട്ട് സാറിന് വേണ്ടിയെങ്കിലും ഒരു കൈ അടിക്കണം. കാരണം താങ്കൾക്ക് നല്ലൊരു ഫ്യൂച്ചറല്ലേ കൊടുത്തു. തീർച്ചയായും.